ഇന്ന് വെള്ളം ഇടാൻ വേറൊരു കാരണം കൂടിയുണ്ട്. എന്താ വെച്ചാ പറ. ആൾക്കാർ യൂസ് ചെയ്തിരുന്ന സാധനം എന്റെ പേരെന്താ? ആ ചേച്ചി കല്യാണത്തിനിട്ട ഗൗൺ ഭയങ്കര ലക്ഷറി കാഴ്സ്. No, it's okay. See, hold it അടുത്തതിലേക്ക് പിടിക്ക്. No. ആർക്കുടിക്ക്. ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പൊ ദാ ഞങ്ങളുടെ ട്രിപ്പിന്റെ 3-ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായി നല്ല അടിപൊളിയായി എല്ലാവരും വെള്ളം ഇട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസം ഞങ്ങളുടെ പ്ലാൻ അനുസരിച്ച് ആദ്യം തന്നെ ഗോസ്റ്റ് ടൗൺ, അത് കഴിഞ്ഞിട്ട് സ്കൈ ട്രക്ക്, അത് കഴിഞ്ഞിട്ട് ഗോൾഡൻ. അപ്പോൾ ഇതൊക്കെ നടക്കണമെങ്കിൽ വേഗം പോകണം. അപ്പോൾ വേഗം പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഗോസ്റ്റ് ടൗണിലേക്ക് പോകുന്ന വഴി നമുക്കിനി കാണാം. ബായ്. ഇന്ന് വെള്ളം ഇടാൻ വേറൊരു കാരണം കൂടിയുണ്ട്. എന്താ വെച്ചാ പറ, അങ്ങോട്ട് പറ. ഓക്കെ, അപ്പോൾ ഇന്ന് ഞങ്ങൾ വെള്ളം ഇടാനുള്ള കാരണം ഇന്ന് ഞങ്ങളുടെ 11ാമത് വെഡിങ് ആനിവേഴ്സറി കൂടിയാണ് കേട്ടോ. അപ്പോൾ വെഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് ട്രിപ്പാണിത്. അപ്പോൾ ഞങ്ങളുടെ ഈ സ്നേഹവും ഞങ്ങളുടെ ഈ ഫാമിലിയും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവരും പ്രാർത്ഥിക്കുക. അതെ, ഞങ്ങൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. താങ്ക് യു. ഇത് നമ്മുടെ ത്രിവാലി ഗ്യാപ്പിന്റെ അടുത്തുള്ളൊരു സംഭവമാണ് കേട്ടോ. സ്റ്റെയേഴ്സ് ആണെങ്കിൽ നല്ല ഭംഗിയിൽ അവർ ചെയ്തിട്ടുണ്ട്. നല്ല റൗണ്ടായിട്ട് നല്ല വീതിയുള്ള സ്റ്റെപ്പായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു വീടില്ല. ധൈര്യത്തോടെ ഇറങ്ങാം നമുക്ക്. ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. ഇതൊരു ബെയർ പ്ലേസ് ആണ് ആക്ച്വലി. ഇവിടെ ഈ കാട്ടിൽ എവിടെ നോക്കിയാലും ബെയറിനെ കാണാൻ പറ്റുമെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഇതുവരെ ഒരു ബെയറിനെയും കാണാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഞങ്ങൾ ഇഷ്ടംപോലെ ബെയർസിനെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഈ ത്രിവാലിയുടെ ഉള്ളിൽ വന്നിട്ട് നമ്മൾ ത്രിവാലിയുടെ സാധനങ്ങളൊക്കെ കണ്ടില്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ ആ ത്രിവാലി ഉണ്ടാക്കിയ ആൾക്കാരും അവരുടെ അന്നത്തെ യൂസ് ചെയ്ത സാധനങ്ങളും മെറ്റീരിയൽസും കാര്യങ്ങളും ഒക്കെയാണ് ഇതെല്ലാം. ഈ ഗോസ്റ്റ് ടൗൺ ഉണ്ടാക്കിയതും മേക്ക് ചെയ്തതും എല്ലാം ഈ ഇവിടുത്തെ ആൾ തന്നെയാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഫൗണ്ടേഴ്സ്. അവരത് ഡിസൈൻ ചെയ്യുന്നതാണ് കേട്ടോ. ഈ ത്രിവാലി ഗ്യാപ്പ് ഡിസൈൻ ചെയ്യുന്നതാണത്. നല്ല രസമാണല്ലേ. ഇത് ആ ഒരു പ്രായമായപ്പോൾ ഉള്ള അവരുടെ ഫേസ്. ഇതാണ് ഇതിൻ്റെ ഫൗണ്ടേഴ്സ്, ഈത്തൽ ആൻഡ് ഗോർഡൻ ബെൽ. അവരുടെ മാരേജ് ഫോട്ടോ, അവരുണ്ടാക്കിയെടുത്ത ലൈബ്രറി, അവർ ഇരുന്ന കസേരകൾ, അവർ ഉപയോഗിച്ച പ്ലേ ടൈംസ് ഒക്കെ കാണിച്ചിരുന്നു. ഇത് ഒരു ആൻറ്റിക് ടൈം ക്ലോക്കാണ്. ഇതിൽ ടച്ച് ചെയ്യാൻ പാടില്ലെന്ന് എഴുതിയിട്ടുണ്ട്. ആൻറ്റിക് ടൈം ക്ലോക്ക്. ഇതൊക്കെ നമ്മൾ ഇന്ന് വരെ കണ്ടിട്ട് പോലും ഇല്ലല്ലോ ഗൈസ്. ഞാനൊന്നും എൻ്റെ ലൈഫിൽ ഇത് കണ്ടിട്ടേ ഇല്ല. ചേട്ടാ, ഇതൊരു ആൻറ്റിക് ടൈം ക്ലോക്കാണ്. ഇതൊക്കെ ഇപ്പോഴേ കാണാൻ പറ്റൂ, ഇനി കാണാൻ പറ്റില്ല. അതുകൊണ്ട് വേഗം കണ്ടോ. പണ്ട് കാലത്ത് അവരിരുന്ന റോക്കിംഗ് ചെയറാണ്. അതിലൊക്കെ നമ്മൾ ഇരിക്കാൻ പോവാ. പണ്ടത്തെ രാജകുമാരന്മാരെ. വിക്ടോറിയ റെക്കോർഡ് പ്ലെയർ എന്നാണ് എഴുതിയേക്കണത്. 1911. വാവ്. പണ്ട് കാലത്ത് ആൾക്കാർ യൂസ് ചെയ്തിരുന്ന സാധനം എന്റെ പേരറിയാൻ പാടില്ല കേട്ടോ. പക്ഷെ മറ്റേ കോലിട്ട് കുത്തുന്ന സാധനം മാത്രം മനസ്സിലായി. ഇതൊക്കെയാണ് കേട്ടോ അവർ ഉപയോഗിച്ച ബോൾസ്. അതൊക്കെ ഇങ്ങനെ പുരാതന വസ്തുവായിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുക. ആ ബോൾസ് അല്ല, കളക്ഷൻസ്. ഇതാണ് കേട്ടോ അവർ ആദ്യമായിട്ട് ഉപയോഗിച്ചിരുന്ന അവരുടെ വണ്ടി, അവരുടെ ഫസ്റ്റ് കാർ കേട്ടോ. ഓക്കെ, അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ഗോസ്റ്റ് ടൗൺ കാണാൻ എത്തിയിരിക്കുകയാണ് കേട്ടോ. നിങ്ങളും പോരെ, അത് എന്താണെന്ന് കാണാൻ ഞങ്ങൾ എക്സൈറ്റഡ് ആണ്. നിങ്ങളും അങ്ങനെയല്ലേ? അപ്പോൾ ലെറ്റ്സ് ഗോ. എനിക്കൊരു ഹോട്ടലായിരുന്നിരിക്കുന്നു. മേളില് അതിന്റെ ഡൈനിങ് ടൈമുണ്ട്. ഇത് പിക്ചർ ഉണ്ട് കുഞ്ഞു. മേളിൽ നോക്ക്. അല്ലടാ, അതിന്റെ മേളിൽ നോക്കടാ. ആന്റിക് ടിൻസ് ഒക്കെ. ആ ചേച്ചി കല്യാണത്തിനിട്ട ഗൗൺ. അയ്യോ, അതുവരെ ഇത്രയും വർഷങ്ങളായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. എന്തായിരുന്നു കല്യാണം? 1911. 1900 സംതിങ്ങില് ഗോസ്റ്റ് ടൗണിലേക്കുള്ള പോക്കാണ് കേട്ടോ. ഗോസ്റ്റ് ടൗണിന്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മളിപ്പോൾ കണ്ടത്. ഡ്രാമ തിയേറ്ററും അതിന്റെ കുറച്ച് കാര്യങ്ങളും. പിന്നെ ഈ ഒരു ചർച്ച് ബിൽഡ് ചെയ്തത് 1886. എന്നിട്ട് അത് അവിടുന്ന് ഡൊണാൾഡ് ബീസിലാണ് ബിൽഡ് ചെയ്തത്. എന്നിട്ട് അവിടെ നിന്ന് ഈ ചർച്ചിനെ മൂവ് ചെയ്ത് ഇങ്ങോട്ടേക്ക് എത്തിച്ചതാണ്. വാവ്, റൈറ്റ്.
1886 മുതലുള്ള ചർച്ചയെന്ന് വിശ്വസിക്കാനേ പറ്റും. എന്നിട്ട് ലോക്ക് ചെയ്ത് വെച്ചിരിക്കും, നമുക്ക് അതിനുള്ളിൽ പോകാൻ പറ്റില്ല. പക്ഷേ വെരി വെരി സ്മോൾ ചർച്ച് എന്ന് പറഞ്ഞാൽ വെരി സ്മോൾ ചർച്ച്. ഇപ്പോൾ ഇങ്ങനെ തോന്നും ചർച്ച് നമുക്ക് കാണാനേ പറ്റില്ല, പക്ഷെ നല്ല രസമായിട്ട് മൈൻ ചെയ്തെടുക്കുന്ന ഗോൾഡും കോളും ഒക്കെ മൈൻ ചെയ്ത് കിട്ടിയ സാധനങ്ങളാണെന്ന് തോന്നുന്നു ഇതിൽ കൂടുതലും വെച്ചിരിക്കുന്നതൊക്കെ. അവരുടെ കീറി പറഞ്ഞ പാൻറ് വരെ തൂക്കിയിട്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ ആ ഇരുട്ട് നിറഞ്ഞ സ്ഥലത്തു നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇനി എവിടെ എന്താ ഉള്ളതെന്നുള്ളത് പണ്ട് കാലത്തെ ഭയങ്കര ലക്ഷറി കാർസ് കളക്ഷൻസ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇത് 1931 ലക്ഷറി കാറാണ് ഗൈസ്. ഒന്ന് തൊട്ടോട്ടെ വെച്ചായ എല്ലാത്തിലും ഒന്ന് തൊട്ടില്ലെങ്കിൽ ഒരു സമാധാനം. ഇത് വന്നു കഴിഞ്ഞിട്ട് അയ്യോ എഴുതി വെച്ചിട്ടുണ്ട് താങ്ക്സ് ഫോർ നോട്ട് ടച്ചിങ്. നമ്മൾ ഇത്രയും ലക്ഷറി കാറിലൊക്കെ വന്നിട്ടൊന്ന് ടച്ച് ചെയ്തില്ലേ മോശമല്ലേ. വിൻറ്റേജ് 1875 കാറാണ് ഗൈസ് ഇത്. ഇത് 1928 ഫോർഡാണ്. 1927 ക്രിസ്ലർ വെച്ചായ. അപ്പോൾ അന്നത്തെ കാലത്ത് ഇങ്ങനത്തെ മോഡൽസ് ഒക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ചു ഫോർഡ് ക്രിസ്ലർക്ക് ഇപ്പോൾ ഇറങ്ങിയ ന്യൂ മോഡൽ. പഴയ ആൾക്കാരാണ്. 1927 ഫോർഡ്. ഞാൻ എല്ലാത്തിലും ടച്ച് ചെയ്യുന്നുണ്ട്. ഡോഡ്ജിന്റെ സിമ്പിൾ നോക്ക്. ഇപ്പോഴത്തെ ഡോഡ്ജിന്റെ സിമ്പിൾ റൈറ്റിംഗ് അല്ല ഇതാണ്. ബേബി മോഡൽ. പണ്ട് കാലത്തെ കർട്ടൻസ് ഒക്കെ ഇപ്പോഴും സേവ് ചെയ്ത് വെച്ചേക്കുക. This is a Chinese laundry. A Chinese laundry. Let's see how it is. റോണോ ആരോ കം. സ്കൂളാണ് കേട്ടോ, പേര് വായിക്കാൻ അറിഞ്ഞൂടാ. ക്രെയ്ഗലച്ചി സ്കൂളോ അങ്ങനെ എന്തോ ആണ്. ക്രെയ്ഗലച്ചി സ്കൂൾ അറിയാവുന്നവർ വായിച്ചാൽ എങ്ങനെയാന്ന് വെച്ചാൽ. ഇത് സ്കൂളാണ്, ഒരു കുഞ്ഞിക്ക സ്കൂളല്ലേ, ഒരു കുഞ്ഞി ക്യാബിൻ പോലത്തെ ടീച്ചർ മിസ് ബെല്ല്. ഇതൊരു കാർലിൻ സ്കൂൾ എന്നാണ് എഴുതിയേക്കണേ. കാർലിൻ സ്കൂൾ. പൊട്ടിയ സ്ലേറ്റ് ഒക്കെ ഇരിക്കുന്നു, കീറി പറഞ്ഞ പുസ്തകങ്ങള്. പഴയ ഫയർ ഡിപ്പാർട്ട്മെന്റിന്റെ ഇത് ട്രെയിനെല്ലാം കയറി ട്രെയിനിനെ ക്ലീൻ ആക്കി അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞ് തിരിച്ചിറക്കി വരുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. വീടിന്റെ സ്ഥലം കണ്ടില്ലോ ഞാൻ. അപ്പോൾ ഞങ്ങളിതാ ഗോസ്റ്റ് ടൗൺ ഒക്കെ കഴിഞ്ഞിട്ട് നേരെ സ്കൈ ട്രക്കിലേക്ക് വന്നേക്കാണ്. ഇന്നലെ നമ്മൾ എൻചാൻറ്റഡ് ഫോറസ്റ്റ് കണ്ടു, അത് തൊട്ടപ്പുറത്താണ് കേട്ടോ. ഇത് സ്കൈ ട്രക്ക്. ഇവിടെയാണ് അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നേരെ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസിലേക്ക് നമുക്ക് പോവാം. ലെറ്റ്സ് ഗോ ഗൈസ്. വെൽക്കം ടു സ്കൈ ട്രക്ക്. നമ്മൾ സ്കൈ ജിമ്മിൽ വന്നേക്കാണ്. പിള്ളേർക്കുള്ള അഡ്മിഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. നമുക്കൊന്നിലും പോകാൻ പറ്റില്ല, കാരണം ഒരുപാട് സമയം എടുത്തു എന്ന് പറഞ്ഞു. പിള്ളേരെ മാത്രം എൻജോയ് ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ തിരിച്ച് ഗോൾഡനിലേക്ക് പോകാമെന്ന് ഓർത്തു. അപ്പോൾ പിള്ളേർക്ക് സ്കൈ ജിമ്മും റോണുവിന് അവിടെ വേറൊരു എക്സ്ട്രാ ആക്ടിവിറ്റിയും കൂടെ കിട്ടിയിട്ടുണ്ട്, കിഡ്സ് കോംബോ. അപ്പോൾ എന്തായാലും നമുക്ക് സ്കൈ ജിമ്മിലേക്ക് പോകാൻ പറ്റും. നമുക്ക് കയറാൻ പറ്റില്ല, പിള്ളേരെ മാത്രമേ കയറ്റാവുള്ളൂ. നമ്മൾ താഴെ നിന്ന് പിള്ളേരെ നോക്കി എൻജോയ് ചെയ്യിപ്പിക്കണം. പിള്ളേരെ നോക്കി പിള്ളേരുടെ സുരക്ഷ ഉറപ്പുവരുത്തണം എന്നുള്ള ഒരു മാത്രമേ ഉള്ളൂ. നല്ല കൊതുകുണ്ട്, നന്നായിട്ട് കടിക്കുന്നുണ്ട് കാല്. Just run, you can. It's really easy. Yeah, just go. Kids are waiting, Rono. Please. എന്റെ മോൻ ഇങ്ങനെയൊന്നും അല്ലടാ, ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഫസ്റ്റ് ടൈമിലുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. ഫസ്റ്റ് ടൈം കഴിഞ്ഞ് സെക്കൻഡ് ടൈം വന്ന് റോഡ് ഓടും, അത് വേറെ കാര്യം. ആ ഫസ്റ്റ് ടൈമിൽ ആദ്യത്തെ ഒരു ഇത് മാത്രമേ അവന് പ്രശ്നമുള്ളൂ. മറ്റേ ഓർമ്മ ആരോ. She can help you. I have no idea how to do She can help you. There, she is teaching you. See? Yeah, it's very easy. See? Can I go with her? Can I go with her? Include parents and record beyond this. Including parents. Crawl on it if you want. Yeah. Crawl as well. Oh yeah. You can That crawl. makes it a little easier. Oh yeah, she's mom. Oh, there you go. Now you're welcome to go through the course with them, but I do need you to sign a waiver. I'm not joking. I do need you to sign a waiver and get a wristband. Really? Yeah.
So you're welcome to go through. There's some steps up just after the next obstacle. But you don't need to pay, but you just need to get the wristband. You're welcome. Iru, you try Aruma. I have to go, okay? ഒരു പ്രാവശ്യം പോയി വരുമ്പോഴത്തേക്ക് അവിടെ ഓക്കെ ആവും. ജസ്റ്റ് ട്രൈ ചെയ്യട്ടെ, ലെറ്റ് ഹർ ട്രൈ. ഞാനിപ്പോൾ പോകുന്നില്ല. ഗുഡ് ഗേൾ, കീപ് ഗോയിങ്, ഗുഡ് ജോബ്, യു ക്യാൻ, യു ആർ മേക്കിംഗ് ഇറ്റ് ഓൾ ദ വേ. നമുക്ക് പോകാൻ പറ്റും, പക്ഷെ ഒരാൾ പോയിട്ട് വരേണ്ടി വരും, മറ്റേ ആൾക്ക് പിള്ളേരെ നോക്കാം. You can. See, No everybody's scare. going. You can do it. You No hold scare. and walk. No scary Come on, feel. come on. Just walk through. Hold it You can. and walk. Hold on to it, baby, and walk. You can. I'm scared. No, No, no. it's okay. See, hold it. It's okay. അടുത്തതിലേക്ക് പിടിക്ക്. Just walk. Stay on the wood and take care of it. No. You won't fall down. See, there is net, right? Is it gonna break? No. No, it's not gonna break. You just walk. Net won't break. Okay. It's very safe. It's very safe. ഇല്ല പൊന്നെ. Good job, Rana. Hey, Rona, good job. Yeah, you did it. You Good did girl. it. Good job. അതിലും വലിയ സാധനം. Why do I ruin this part? No. Yeah, you can Yeah, walk just it. walk. Yeah, just. I'm on the edge here. Good job, Aru. You're doing good. എടാ അവളെയും കൂടി പിടിക്കടാ. നീ എങ്ങോട്ട് ഓടണേ? I'm wait. You are okay? I'm pulling you. Okay. If you are okay, I'm okay too. If you go faster, it's me. Okay. ഇപ്പൊ അശത്തി ഫോമായി. അവൾക്ക് ഇപ്പോഴാണ് ആ ഫോം കിട്ടിയത്. Amma! Yay! Because I need to do this. Okay, do it. Okay, go ahead. You can. I can't. You can. I can't. Come on. You got this, girl. Oh, Arukudiki. No, it's fine. We can help. I'll get it. I'll get it. Come on. Come on. I'm scared. Come on, baby. Here. There you go. Okay, now you can walk. It's gonna fall. No. Okay, now you can walk. I'm scared. God. Next time you have to go very fast, okay? Next time you come with the force and then stand over there, hold there and get. Mama, there's nothing. Iru, you enjoy? I want to do it again. Okay, then go. I want to go do it again. Okay, let's go for the next one. Yeah, let's go do it again. Iru? Alright. How was it, Iru? Look. How was it? How was it? Good. You like it? Yeah. Okay. Don't wait. There we go. Those two for me. And put you on the top. Slide this hook over that little plate. Just go straight through for us, yeah? Perfect, you did. Let's see you do it. You're going to have to do it about 50 times, so I hope you're listening.
Yeah, you can bust out a car, please. Good job, Ramita. വെരി ഗുഡ്. താങ്ക് യു. ഗുഡ് ജോബ് റോണോട്ടാ. ഹായ് അങ്ങനെ ഞങ്ങളുടെ സ്കൈ ട്രക്കും ഇവിടെ തീർന്നിരിക്കുന്നു. റെവൽ സ്റ്റോക്കിനോട് ഞങ്ങൾ ബൈ ബൈ പറയാൻ പോകുന്നു. ഗോൾഡനിൽ എത്തിയിട്ടുള്ള വിശേഷങ്ങൾ ഇനി നമുക്ക് കാണാം. അപ്പൊ ഗോൾഡനിൽ എത്തിയിട്ട് കാണാം. ബൈ. I got a new bracelet. അതെ, It says I love Sky Track. Sky. ഐ ലവ് സ്കൈ ട്രാക്ക്. റോണുനും അരുണും ഓരോ ഇത് മേടിച്ചു കൊടുത്തു. റോണുനും അരുണും അത് വേണമെന്ന് പറഞ്ഞിട്ട് സ്കൈ ട്രക്കിന്റെ ഒരു സിമ്പിൾ ഉള്ള ഒരു സംഭവം. അപ്പൊ ഇനി ഗോൾഡനിൽ എത്തിയിട്ട് കാണാം. ബൈ ബൈ. If you can finish this, you're coming with me. Watch and learn. Welcome to Golden. Kicking Horse Pedestrian Bridge. റോണോ. It's actually a trail kind of thing. നമുക്ക് വാക്ക് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു കൈൻഡ് ഓഫ് വാക്കിംഗ് സ്പേസ് ആയിട്ടാണ് ഞാൻ നെറ്റിൽ കണ്ടത്. അടിപൊളി ഒഴുക്കുള്ള ഒരു പുഴ. നല്ല രസം. ഇതിന് പ്രത്യേകിച്ച് ടിക്കറ്റും കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ, ഇത് ഫ്രീ ആണ്. നല്ല രസം. നല്ല ഭംഗിയുള്ളൊരു സ്പേസ് ആണിത്. ഈ സ്പേസിനെ പറ്റി നിങ്ങൾ എന്തെങ്കിലും ഒരു അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. ഞങ്ങൾക്ക് ഭയങ്കര എൻജോയ്മെൻ്റ് ആണ് കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല കാമിങ് ആൻഡ് റിലാക്സിങ് അറ്റ്മോസ്ഫിയർ ആണ്. ഇതിൽ കൂടുതൽ എന്താ പറയേണ്ടത് എനിക്ക് അറിഞ്ഞൂടാ. Look at that, guys. I still have my bracelet. നമ്മളിതാ കിക്കിംഗ് ഹോഴ്സ് പെഡസ്ട്രിയൻ ബ്രിഡ്ജിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നേരെ നമ്മൾ ഹോട്ടൽ റൂമിലേക്ക് പോകും. അപ്പോൾ ലെറ്റ്സ് ഗോ ചെക്ക് ഇൻ. ഞങ്ങൾ ഈ പ്രാവശ്യം ബെസ്റ്റ് വെസ്റ്റേണിലാണ് ചെയ്യുന്നത്. അതെ, നമ്മൾ ഈ പ്രാവശ്യം ബെസ്റ്റ് വെസ്റ്റേണിലാണ് കേട്ടോ ചൂസ് ചെയ്തേക്കുന്നത്. റിവ്യൂസ് പറയുന്നതായിരിക്കും. അങ്ങനെ ഇതാ നമുക്ക് നമ്മുടെ റൂമൊക്കെ കിട്ടി. 321 ആണ് കേട്ടോ നമ്മുടെ റൂം നമ്പർ. അപ്പം മേളിലേക്ക് പോകാൻ പോവാണ്. ഇതാണ് നമുക്ക് എലിവേറ്റർ. മേളിലേക്ക് പോകാൻ പോവാണ് കേട്ടോ. റോബോട്ടിനാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ് നമ്മുടെ റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. കാരണം നമുക്കിവിടെ പൂളുണ്ട്. പതുക്കെ ആ ഓക്കെ ഗോ. എവിടെയാ 321 നോക്ക്. ഇതാ 321. Thank you. ഓക്കെ കുഞ്ഞാപ്പിക്കൊന്ന് പുഷ് ചെയ്ത് കൊടുക്കുക. ഓക്കെ താങ്ക് യു. ഓ നല്ല റൂം കേട്ടോ. നല്ല റൂമാട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ എക്സൈറ്റിംഗ് റൂമിലേക്ക് വന്നു. വെരി നൈസ്. കയറുമ്പോൾ തന്നെ ഇതാ ഇവിടെ വലിയൊരു മിററുണ്ട്. നമുക്ക് സാധനങ്ങളൊക്കെ തൂക്കാനും അയൺ ബോക്സും സ്റ്റാൻഡും ഒക്കെ ഉണ്ട് കേട്ടോ, വിച്ച് ഇസ് വെരി നൈസ്. പിന്നെ ഇതാ വലിയൊരു വാഷ്റൂം ഉണ്ട്. സ്പീക്കിംഗ് വെച്ച് വലിയൊരു വാഷ്റൂം തന്നെയാണ് കേട്ടോ. ഹെയർ ഡ്രയറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. വലിയൊരു മിറർ. നല്ല വലിയൊരു വാഷ്റൂമാണ്. നല്ല ടോയ്ലറ്റ്, നല്ല നല്ല സാധനങ്ങൾ, അടിപൊളി. പക്ഷെ ഒരു കുഴപ്പം ഞാൻ കണ്ടുപിടിച്ചത് ആകെ 3 ടവലേ നടക്കുള്ളൂ. ഒരു ടവലും കൂടി വേണം. നമ്മൾ 4 പേരാകും. അവർ മറന്നു പോയതാന്ന് തോന്നുന്നു. നമുക്കത് ചോദിക്കാം. 2 ക്വീൻ ബെഡ്സ്. നല്ല വലിയ റൂമാണ് കേട്ടോ. വലിയ റൂമാണ്. നമുക്ക് കോഫി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സാധനങ്ങൾ. വലിയൊരു ഡാൻബിയുടെ ഫ്രിഡ്ജ്, ഒരു മൈക്രോവേവ്, ഫുഡ് മേടിക്കാൻ പറ്റില്ല. ഇതാ നല്ലൊരു സോഫ വിത്ത് ബെഡാണ് കേട്ടോ. അത് സോഫ ബെഡാണത്. വന്നതിൽ ദ ബെസ്റ്റ് ഹോട്ടലായിട്ട് ഫീൽ ചെയ്യുന്നു. ഐ തിങ്ക് ഹോളിഡേയിലും സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്തു ബെസ്റ്റ് വെസ്റ്റേൺ.
കുറച്ചുകൂടെ സ്പേഷ്യസ് ആണ് Spacious തോന്നുന്നു. ഉണ്ട്. അവരുടെ- പക്ഷേ ബോത്ത് ആർ സെയിം. ഹോളിഡേ ഇന്നിന്റെ ക്ലെൻലിനെസ്സും ഇവിടുത്തെ ക്ലെൻലിനെസ്സും ഒക്കെ സെയിം ആണ്. കുറച്ചുകൂടെ സ്പേഷ്യസ് ആണ് ഇവിടം. പിന്നെ ത്രിവാലിയില് ഈ സെയിം ഒക്കെ തന്നെയായിരുന്നു, പക്ഷെ മൈക്രോവേവ് ഉണ്ടായില്ല. ഭയങ്കര കുഞ്ഞു മുറിയായിരുന്നു, പക്ഷെ വ്യൂ ഇറ്റ് വാസ് അമേസിങ്. നല്ല ആംബിയൻസ് ആയിരുന്നു. നല്ല ആംബിയൻസ് ആയിരുന്നു ത്രിവാലിയില്. നല്ല കോൾഡും. ഇവിടെ എനിവേസ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ബാൽക്കണി ഇല്ല, ഇറ്റ്സ് ഓക്കെ. ബാൽക്കണി നമുക്ക് പൊതുവെ എവിടെയും കിട്ടാറില്ല, ത്രിവാലിയിൽ മാത്രമായിട്ട് അത് കിട്ടിയുള്ളൂ. പിന്നെ ഇതാണ് വ്യൂ, മൗണ്ടൻ വ്യൂ ഉണ്ട്, വേറെ അങ്ങനെ പ്രത്യേകിച്ച് വലിയ ഇതൊന്നുമില്ല. പിന്നെ കുറെ കാടും പള്ളിയൊക്കെ. വി ആർ ഓൾ സെറ്റ് ടു ഗോ ഫോർ ദ സ്വിമ്മിങ്. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ മക്കളും സെറ്റാണ്. കുട്ടോസ് യാ, ഞങ്ങളെല്ലാവരും സെറ്റാണ്. അപ്പോൾ സ്വിമ്മിങ്ങിന് പോയിട്ട് വന്നിട്ട് കാണാം. അല്ല, സ്വിമ്മിങ്ങിന് പോകുമ്പോൾ നിങ്ങളെയും കൊണ്ടുപോകാം. വാരെ കാം. Very good. Good job, Rana.